വെൽക്കം ടു ഹോം മാക്സ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം ഡെഫിനിഷൻ നോക്കാം. എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് സെഡ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് എവരി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. ഒരു റിലേഷൻ സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലോട്ട് എടുക്കുകയാണ്. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും സെറ്റ് ബിയിലോട്ട് ഒരൊറ്റ ഇമേജ് പാടുള്ളൂ. എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻറ്റിന് ബി എന്ന് പറയുന്ന സെറ്റിലോട്ട് ഒരു ഇമേജ് ഉള്ളൂ എങ്കിൽ ആ റിലേഷനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയും. റിലേഷൻ എന്താ എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും കാണുക. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ഇവിടെ ഞാനൊരു റിലേഷൻ എടുത്തിട്ടുണ്ട്. നോക്കൂ, സെറ്റ് 2 1 3 2 4 3. 2ൻ്റെ ഇമേജാണ് 1, 3യുടെ ഇമേജാണ് 2, 4ൻ്റെ ഇമേജാണ് 3. അതായത് ഇവിടെ ആരോ ഡയഗ്രം വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കൂ, എല്ലാത്തിനും യുണീക്ക് ഇമേജ് അല്ലേ. അതായത് ഇവിടെ 2ന് 2 ഇമേജ് പോയിട്ടില്ലല്ലോ, എല്ലാത്തിനും യുണീക്ക് ഇമേജാണ്. സോ ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഫങ്ഷന് എക്സാമ്പിളാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കൂ. റിലേഷൻ R ഈക്വൽ ടു സെറ്റ് 2 2 2 4 3 3 4 4. ഇവിടെ 2ൻ്റെ ഇമേജ് 2 ആണ്. അതുപോലെ തന്നെ 2ന് വേറൊരു ഇമേജും കൂടി ഉണ്ട് 4, 3 3 4 4. അതായത് ഒരേ എലമെൻറ്റിന് സെറ്റ് എയിലെ ഒരേ എലമെൻറ്റിന് തന്നെ ഇവിടെ 2 ഇമേജ് വന്നിട്ടുണ്ട്. 2ഉം വന്നിട്ടുണ്ട്, 4ഉം വന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഫങ്ഷന് എക്സാമ്പിൾ അല്ല. ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ അതിന് യുണീക്ക് ഇമേജേ പാടുള്ളൂ. യുണീക്ക് ഇമേജുള്ള എല്ലാ റിലേഷൻസും ഫങ്ഷനാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഫങ്ഷൻ എന്നുള്ള ഡെഫിനേഷൻ ഒന്നുകൂടി ചുരുക്കി പറയാം. അതായത് ഒരു റിലേഷൻ തന്നാൽ അത് ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫങ്ഷൻ ആവില്ല. ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, ഡിഫറെൻറ്റ് ഇമേജസ് വരില്ലേ. ഇപ്പോൾ ഇവിടെ നോക്കി, ഇത് ഫങ്ഷൻ എക്സാമ്പിൾ അല്ല. സോ 2 എന്ന് പറയുന്നത് ഇവിടെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള 2 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫങ്ഷൻ അല്ല, ഇവിടെ റിപ്പീറ്റേഷൻ ഒന്നുമില്ല. സോ ഇത് ഫങ്ഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഫങ്ഷൻ ആണോ നോക്കാനായിട്ടൊരു റിലേഷൻ ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട, ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. സോ നമുക്ക് ബാക്കിയുള്ള ഒരു ഡെഫിനിഷൻ നോക്കാം. ഇഫ് എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി ആൻഡ് എ ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എഫ്, ദെൻ എഫ് ഓഫ് എ ഈക്വൽ ടു ബി, where B is called the image of A under F and A is called the pre-image of B under F. The function F from A to B is denoted by F from A to B. അതായത് ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഒരു ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. അതുപോലെ ഒരു ഫംഗ്ഷനിലെ ഓർഡേഡ് പെയർ ഇങ്ങനെ എ ബി എന്നുള്ളൊരു ഓർഡേഡ് പെയർ എടുക്കുകയാണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, എഫ് ഓഫ് എ ഈക്വൽ ടു ബി. ഈ ബി എന്ന് പറയുന്നത് എയുടെ ഇമേജാണ്. അതുപോലെ എയിനെ ബിയുടെ പ്രീ ഇമേജ് എന്നും പറയും. A function which has either R or one of its subset as its range, then it is called a real valued function. അതായത് ഒരു ഫംഗ്ഷന് റേഞ്ചായിട്ട് ഒന്നെങ്കിൽ റിയൽ നമ്പേഴ്സോ അല്ലെങ്കിൽ റിയൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റാണോ വരുന്നതെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ഡൊമൈൻ ആണെങ്കിൽ ഫർദർ ഇഫ് ഇറ്റ്സ് ഡൊമൈൻ ഈസ് ഓൾസോ either R or subset of R, it is called a real function. ഡൊമൈൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിയൽ നമ്പറോ അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറോ ആണെങ്കിൽ അതിന് റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഈ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, റിയൽ ഫംഗ്ഷൻ എന്നൊക്കെ വരും. അപ്പോൾ അത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് ആർ ബി ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. Define the real valued function f from R to R by y equal to f of x equal to x for every x element of R. Such a function is called identity function. അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. f is a function from real number to real number which is defined by this f of x equal to x. f of x equal to x എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇനി നമുക്കതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇവിടെ നമ്പർ ലൈനിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഇത് വരച്ചിരിക്കുന്നതാണ്. അതായത്
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്ത് എലമെൻ്റ് ആണോ പറഞ്ഞത് അതായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് പറഞ്ഞത്. ഇപ്പോൾ 0 ആണെങ്കിൽ ഇപ്പോൾ എക്സ് 0 എടുക്കുകയാണെങ്കിൽ എന്താ വരിക, 0 തന്നെ വരും. 1 to 1 2 to ഇത് ജസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ. ഇനി ഡൊമൈൻ എന്ന് പറയുന്നത് ഈ സെറ്റിൻ്റെ എന്തായിരിക്കും, ആറായിരിക്കും. കാരണം എന്താ, ഡൊമൈൻ എന്ന് പറയുന്നത് ഇതല്ലേ പറഞ്ഞത്, ഈ സെറ്റ് കംപ്ലീറ്റ് എന്താ റിയൽ നമ്പേഴ്സ് അല്ലേ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഏത് നമ്പർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ റേഞ്ചിൽ, അതായത് മാപ്പിംഗ് വന്നത് ഏതിലോട്ടാണ്, റിയൽ നമ്പേഴ്സിലോട്ട് തന്നെയല്ലേ, അതായത് ആ സെയിം എലമെൻറ്റിലോട്ട് തന്നെയാണ്. സോ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് 6ആണ്, റേഞ്ച് എന്ന് പറയുന്നത് 6ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫംഗ്ഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതിനെയാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഈ വൈ എന്നെടുത്തിരിക്കുന്നത് ഈ എഫ് ഓഫ് എക്സിന് ഒരു ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ വൈ എന്ന് എടുത്തുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് നോക്കാം. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് പറഞ്ഞത് ഇതുപോലെയായിരിക്കും. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടായിരിക്കും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരാം. അപ്പോൾ ഈ ഷേപ്പാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. സി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നതാണ്. ഇനി അതിന് കറസ്പോണ്ടിങ്, ഇപ്പോൾ ഞാനിവിടെ സി ആയിട്ട് 2 എന്ന് എടുത്തു എന്ന് വിചാരിക്കും. 2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇമേജ് എന്താ വരിക, 2 ആയിരിക്കും. അതായത് ഇവിടെ എക്സ് എന്തൊക്കെ ചേഞ്ച് ചെയ്താലും ഇവിടുത്തെ നമ്പർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഇമേജ് എല്ലാം 2 ആയിരിക്കും. അതുകൊണ്ട് റേഞ്ചിൽ വരുന്നത് 2 മാത്രമായിരിക്കും. അതുപോലെ തന്നെ ഡൊമൈനിൽ ഫുൾ സെറ്റ് റിയൽ നമ്പേഴ്സ് വരും. ഇനി നമുക്കിതിൻ്റെ ഗ്രാഫ് നോക്കാം. എല്ലാത്തിൻ്റെ ഇമേജ് 2 ആണ്. സോ 2ലൂടെ ഒരു പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇതിൻ്റെ ഫിഗറിൽ വരിക. ഇതാണ്. അടുത്തതെന്ന് പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 plus a1 x plus a2 x square plus etc an x raised to n. ഇതെന്ന് പറയുന്നത് ഒരു nth ഡിഗ്രി പോളിനോമിയലിൻ്റെ ജനറൽ ഫോമാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഒരു ഗ്രാഫ് വെച്ച് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഞാനിവിടെ ഒരു ചെറിയൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വരച്ചേക്കുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇമേജിൽ വരുന്നത് എക്സിൻ്റെ സ്ക്വയർ ആയിരിക്കും. എക്സ് ആയിട്ട് എന്തെടുക്കണോ ആ എലമെൻറ്റിൻ്റെ സ്ക്വയർ ആയിരിക്കും വരിക. അപ്പോൾ 0 എടുക്കുകയാണെങ്കിൽ 0 വരും, 1 എടുക്കുകയാണെങ്കിൽ 1, 2 എടുക്കുകയാണെങ്കിൽ 4 അങ്ങനെ. സോ ഡൊമൈനിൽ വരുന്നത് എന്തായിരിക്കും, എല്ലാ എക്സുകളും അതായത് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റേഞ്ചിൽ വരുന്നത് ആ റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ, അത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രാഫ് നോക്കാം. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ്. ഏകദേശം ഒരു യു ഷേപ്പ് ഉള്ള ഗ്രാഫായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോം വരുന്നതാണ്. ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്നുള്ളൊരു ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് ഏകദേശം ഈ ഷേപ്പിലായിരിക്കും വരിക. അടുത്തതെന്ന് പറയുന്നതാണ് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മീനിങ് അറിയാമായിരിക്കും. അതായത് മോഡുലസിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് നമ്പറായിട്ട് മാറുന്നു. അതിൻ്റെ ഡെഫിനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അതായത് എക്സ് എന്നുള്ളത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എക്സാക്റ്റ് അത് തന്നെയായിരിക്കും അതിൻ്റെ ഇമേജ് ആയിട്ട് വരിക. ഇനി എക്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇമേജ് വരുന്നത് ആ നെഗറ്റീവ് നമ്പറിന് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പോൾ 1ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, 2ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. കാരണം ഇതൊക്കെ പോസിറ്റീവ് നമ്പറാണ്. ഇനി നെഗറ്റീവ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ -1ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് +1 ആണ്. സോ ഇതിൻ്റെ എന്തെടുക്കുക, നെഗറ്റീവ് എടുക്കുക. അതാണ് ഇവിടെ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്നത്. എക്സ് 0 ആണെങ്കിൽ 0 ആയിരിക്കും. അതുപോലെ എക്സ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ മോഡുലസ് എന്ന് പറയുന്നത് പോസിറ്റീവ്, ആ എക്സാക്റ്റ് ആ നമ്പർ തന്നെയായിരിക്കും. ഇനി എക്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആ നെഗറ്റീവ് നമ്പറിന് നെഗറ്റീവ് ആയിരിക്കും ഇമേജിൽ വരിക. അപ്പോൾ ഇതുപോലെ ഒരു വി ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് മോഡുലസ് ഫംഗ്ഷന് കിട്ടുക.
അടുത്തതെന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇഫ് എക്സ് പോസിറ്റീവ്. അതായത് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് പറഞ്ഞത് 1 ആയിരിക്കും, 0 ആണെങ്കിൽ 0 ആയിരിക്കും. നെഗറ്റീവ് ആണ് എക്സെങ്കിൽ, എക്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് പറഞ്ഞത് -1 ആയിരിക്കും. സോ ഇമേജ് സെറ്റിൽ ഈ 3 ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ, 1, 0 അല്ലെങ്കിൽ നെഗറ്റീവ്. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് 2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? 1 ആയിരിക്കും. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. എഫ് ഓഫ് നെഗറ്റീവ് നമ്പർ ഏതെങ്കിലും ആണ്. ഇപ്പോൾ എഫ് ഓഫ് -9 ആണെങ്കിൽ അതിൻ്റെ ഇമേജ് -1 ആയിരിക്കും. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ്റെ മീനിങ് പറഞ്ഞത്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് വരെ ഇതുപോലെയായിരിക്കും. പോസിറ്റീവ് നമ്പേഴ്സിനെല്ലാം 1 ആയിരിക്കും ഇമേജ് വരിക, നെഗറ്റീവ് നമ്പേഴ്സിനെല്ലാം നെഗറ്റീവ് നമ്പർ ആയിരിക്കും ഇമേജ് വരിക. 0ൻ്റെ കേസിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, 0ൻ്റെ ഇത് 0 ആയിരിക്കും. ഈ ഇവിടെ ഓപ്പൺ സർക്കിൾ വെച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു പോയിൻ്റ് എക്സ്ക്ലൂഡഡ് ആണെന്ന് കാണിക്കാൻ. നമ്മൾ ഡാർക്ക് സർക്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോയിൻ്റ് ഇൻക്ലൂഡഡ് ആണെന്ന് കാണിക്കുവാനാണ്. ഓപ്പൺ സർക്കിൾ കൊടുത്ത് ആ പോയിൻ്റ് എക്സ്ക്ലൂഡഡ് ആണ്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ 0നും -1നും ഒക്കെ ഇടയ്ക്ക് നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ആ കുഞ്ഞ് നമ്പറുകൾ തൊട്ട് എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിനും ഇമേജ് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കുള്ള എല്ലാ കുഞ്ഞ് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെയും ഇമേജ് 1 ആയിരിക്കും, 0 ഒഴിച്ച് പറഞ്ഞ എല്ലാ നമ്പർ. 0ൻ്റെ ഇമേജ് 0 ആയിരിക്കും. ആ പോയിൻ്റ് ഇവിടെ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്, 0ൻ്റെ ഇമേജ് 0. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് ഇപ്പുറത്തുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനും 1, ഇതിന് ഇപ്പുറത്തോട്ടുള്ള എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെയും ഇമേജ് -1. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇത് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പറഞ്ഞത് ഇങ്ങനെയാണ്. അടുത്തത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇപ്പോൾ -1നും 0നും ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് അതിൻ്റെ ഇടയ്ക്കുള്ള ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് -1 ആയിരിക്കും. അതുപോലെ 0നും 1ന് തൊട്ട് മുന്നുള്ള ഏത് നമ്പർ എടുത്താലും അതിന് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ആയിട്ട് പറഞ്ഞത് 0 ആയിരിക്കും. അതായത് ഞാൻ ഗ്രാഫിൽ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം. അതായത് 0നും 1നും, അതായത് 0 മുതൽ 1ന് തൊട്ടിപ്പുറത്ത് വരെയുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 0. അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സിന് ആവാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻറ്റീജർ, അതാണ് അതിൻ്റെ മീനിങ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ. അതായത് 1ന് തൊട്ട് മുന്നുള്ളതെന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുന്നുള്ള ഇൻറ്റീജറാണ് എടുക്കേണ്ടത്. ഇപ്പോൾ 1നും 2ന് തൊട്ട് മുന്നുള്ള ഈ ഇവിടെ മുതലുള്ള എല്ലാ നമ്പേഴ്സിനും ഉള്ള ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 1 ആണ്. അതായത് അതിന് തൊട്ട് മുന്നേ ഇപ്പോൾ 1.1, 1.2 അങ്ങനെ 1.9 വരെയുള്ളതിന് എല്ലാത്തിനും ആവാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇൻറ്റീജർ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് 2ന് തൊട്ട് മുന്നുള്ള എല്ലാ നമ്പേഴ്സിൻ്റെ ഇൻറ്റീജർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 3ന് തൊട്ട് മുന്നുള്ളതും 2നും ഇടയ്ക്കുള്ളതുപോലെ ഈ ഇവിടെ പറഞ്ഞതിന് എല്ലാത്തിനും ഇൻറ്റീജറായിട്ട് പറഞ്ഞത് 2 ആയിരിക്കും. ഇനി നെഗറ്റീവ് നമ്പർ എടുക്കുമ്പോൾ -1നും 0യ്ക്കും എടുക്കുക. ഇതും -1 മുതൽ 0 വരെ ഉള്ളതിന് ആവാൻ പറ്റുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ -1. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പോയിൻറ്റ്സിന് ഈ ഒരു നമ്പർ ലൈനാണ് വരിക. ഇങ്ങനെ ഇവിടെ വരും. 2ന് തൊട്ട് മുന്നുള്ളത് 2 എന്നുള്ള പോയിൻ്റ് എക്സ്ക്ലൂഡ് ചെയ്തതെന്ന് കാണിക്കാനാണ് ഇവിടെ ഓപ്പൺ സർക്കിൾ കൊടുത്തതിന്. അതിന് മുന്നുള്ളതിന് എല്ലാത്തിനും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജറിൻ്റെ ഇമേജ് വരിക 1 ആയിരിക്കും. ഇനി ഇവിടെ മുതലുള്ളതിന് 2 വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇതുപോലെ ഒരു ഇതിലാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജറിൻ്റെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരിക. സോ നമ്മൾ ഈ ഫങ്ഷൻസിൻ്റെ കേസിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഫങ്ഷൻ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പോൾ മോഡുലസ് ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഓർത്തിരിക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്പർ ലൈൻ നമുക്ക് ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്പർ ലൈൻ പ്ലോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ട് അതിൻ്റെ ആക്സിസ് എല്ലാം മാർക്ക് ചെയ്തിരിക്കണം. അതായത് x', y, x അങ്ങനെയുള്ള ഗ്രാഫെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് ഒറിജിൻ മാർക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഈ നമ്പർ ലൈൻ ആരോ മാർക്കിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതെല്ലാം നമ്പർ ലൈൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാർക്ക് സ്കിപ്പ് ചെയ്ത് പോവും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക.
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ്. അതായത് രണ്ട് ഫങ്ഷൻസ് വന്ന് അതിനെ എങ്ങനെ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ നമ്മൾ രണ്ട് ഫങ്ഷൻ എടുക്കുകയാണ്. എഫ് ഫ്രം എക്സ് ടു ആർ ആൻഡ് ജി ഫ്രം എക്സ് ടു ആർ, രണ്ട് റിയൽ ഫങ്ഷൻസ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് റിയൽ ഫങ്ഷൻസ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആയിരിക്കും. ഇനി അതിൻ്റെ സബ്സ്ട്രാക്ഷൻ വന്നത് എഫ് മൈനസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്. ഇനി ഒരു സ്കെയിലാർ വെച്ചിട്ടൊരു ഫങ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്കെയിലർ ആൽഫ എന്ന് പറയുന്നത് ഒരു സ്കെയിലറായിട്ടാണ് എടുത്തേക്കുന്നത്. ആൽഫ എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. അതുപോലെ രണ്ട് റിയൽ ഫങ്ഷൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഉള്ള ഇക്വേഷൻ ഇതാണ്. എഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് കോഷ്യൻ്റ് ഓഫ് ടു റിയൽ നമ്പേഴ്സ് എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മാത്രം ഒന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചുരുക്കി സിമ്പിളാക്കി പറഞ്ഞത്. നിങ്ങൾക്ക് ഡെഫിനിഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരെ എങ്ങനെയായിരിക്കും, അതായത് രണ്ട് ഫങ്ഷൻസ് വന്നിട്ട് അതിൻ്റെ എഫ് പ്ലസ് ജി, എഫ് മൈനസ് ജി, എഫ് ജി ഒക്കെ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത് മാത്രമാണ് ഇപ്പോൾ ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1 ദെൻ ഫൈൻഡ് ദി ഫോളോയിങ്. അതായത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. തന്നിരിക്കുന്നത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് 2x + 1. ഇനി സെയിം ഡിഗ്രി ഉള്ള ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. അതായത് ഇപ്പോൾ എക്സ് സ്ക്വയർ, ഇവിടെ 2x സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എക്സ് സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ 3x സ്ക്വയർ പ്ലസ് 1 അങ്ങനെയൊക്കെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ആൻസർ എഴുതുക. ഇപ്പോൾ ഇവിടെ സെയിം ഡിഗ്രി അല്ലാത്തതുകൊണ്ട് സെയിം ആ സച്ച് അങ്ങനെ എഴുതിയാൽ മതി. ഇനി എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഉള്ളിലോട്ട് എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി എഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു 2x + 1. അത് ആ എക്സ് സ്ക്വയറിന് ഉള്ളിലോട്ട് എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെ എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ബൈ 2x + 1. ഡിവിഷൻ കോഷ്യൻറ്റിൻ്റെ കേസിൽ സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഇട്ടാലും കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കൊടുക്കാറുണ്ട്. സോ ഇന്ന് ഇത്രയാണ് നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യാം. ഇനി എക്സസൈസിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം.